Good morning, ma'am. Good morning. Wait. Good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? കഴിഞ്ഞു അല്ലേ? ഓക്കെ, ശരി ശരി. എല്ലാവരും ക്ലാസ്സിൽ കയറുക കേട്ടോ, പെട്ടെന്ന് തന്നെ കയറാം. കഴിച്ചു അല്ലേ? ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഒരു എനിക്ക് തോന്നുന്നു നമ്മളൊരു 10 വരെ അല്ലെ, 10 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആണല്ലോ? ഓക്കെ അല്ലേ? 10 വരെ അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആണോ? എന്താണ് ആരൊന്നും റെസ്പോണ്ട് ചെയ്യാത്തത്? വായിച്ചു നോക്കിയില്ലേ എല്ലാവരും? 10 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പറയാനുള്ളത് 11ാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? പർച്ചേസ് ചെയ്യുക അല്ലെ, മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധന സാമഗ്രികളും അല്ലെ, സപ്ലൈസുകള്, എക്യുപ്മെന്റ്സുകള്, ഇതെല്ലാം തന്നെ പർച്ചേസിങ് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണോ? അത് നമുക്ക് വായിക്കാം കേട്ടോ. This department is responsible for purchasing all supplies and equipment for the hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസുകളും എക്യുപ്മെന്റുകളും പർച്ചേസ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? ആരും ക്ലാസ്സിൽ ഇല്ലേ? എന്താണ് ചോദിച്ചതിനൊന്നും റെസ്പോൺസ് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ശരി. അടുത്തതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്.
എന്തായിരിക്കും നമുക്കറിയാം, ഇന്ന് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വന്നതോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ വർക്ക് ഫ്ലോ എന്താണ്, ഇന്നത്തെ പോർഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ ബാലൻസ് ആണ് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ IT ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലെ ആ മൊത്തത്തിലുള്ള അവിടുത്തെ എല്ലാ വർക്കുകളും, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും, അവിടുത്തെ ഒരു വർക്ക് ഫ്ലോ വളരെ എന്താണ് സുഗമമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇന്ന് ഇത്തരത്തിലുള്ള HIMS സംവിധാനങ്ങളാണ് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ അല്ലെ. ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കമ്പ്യൂട്ടറുകൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മുടെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ സർജിക്കൽ പർപ്പസസിനും അതുപോലെ ഇമേജിംഗ് അല്ലെ, ഇമേജിംഗ് മെത്തേഡ്സിനും അങ്ങനെ ഒരുപാട് ടെലിമെഡിസിൻ സൗകര്യങ്ങൾക്ക്, ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റിന്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഇല്ല കേട്ടോ. ഇപ്പോഴാണോ ക്ലാസ്സിൽ കയറുന്നത്? ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറുന്നത്? അല്ല, അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്റ്റീവ് അല്ല കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്റെ പാറ്റേൺ. തുടക്കം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് അല്ല കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കാം കേട്ടോ. All hospitals today use computers to keep the track of patient records. Okay, നോക്കാം കേട്ടോ. All hospitals today use computers to keep the track of patient records and other medically related affairs അല്ലെ. ഇന്നിപ്പോ എല്ലാ ഹോസ്പിറ്റലുകളും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനും അതുപോലെ മെഡിക്കലി അല്ലെ, മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, therefore this department provides technical support as and when needed and keeps the systems updated and provides the support when the systems fail. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ് കൊടുക്കുന്നത്, ഒരു ടെക്നിക്കൽ സപ്പോർട്ട്, ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണിത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് സിസ്റ്റംസുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഹാർഡ്വെയറുകൾ, അങ്ങനെയുള്ള എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റംസുകളും അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയും ഏതെങ്കിലും സിറ്റുവേഷനിൽ സിസ്റ്റംസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്യുന്നതിനുള്ള എല്ലാ പ്രൊസീജിയറുകളും മറ്റും ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് മേഖല എടുത്താൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ വളരെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, they also aim to provide the effective online services for the patients and help to keep the entire hospital informed of certain events that take place within the hospital. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സേവകൾ ഈ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ രോഗികൾക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഓൺലൈൻ സേവനങ്ങൾ നൽകാനായിട്ട് അല്ലെ, അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റും മറ്റൊക്കെ അടയ്ക്കാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട് അല്ലെ. അതുപോലെ ടെലിമെഡിസിൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ രോഗികൾക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ വല്ല സെമിനാറോ കോൺഫറൻസുകളോ വർക്ക്ഷോപ്സുകളോ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ആ ഹോസ്പിറ്റലിലെ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ്സുകളെ അറിയിക്കുന്നതിനായിട്ട് എന്ന് വെച്ചാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ.
ഓക്കെ ആണല്ലോ, മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ചത് ഒരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 12 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? ലാബ് നമ്മൾ പറഞ്ഞു, റേഡിയോളജി, CSST, അതുപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വിഭാഗവും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട്. ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 ഡിവിഷൻ? ഏതൊക്കെയാണ്? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, മറ്റൊന്ന് എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ HR ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അറിയാലോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ മൂന്നായിട്ടാണ് സബ്ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മൂന്നെണ്ണം വരുന്നത്. ഇപ്പൊ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തായിരിക്കും അത്? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ നമ്മള് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും നമ്മളെ ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മാനുഷിക വിഭവങ്ങൾ അല്ലെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് അല്ല, അവിടുത്തെ എംപ്ലോയീസിനെ മീൻസ് അവിടുത്തെ ആളുകളെ, അതായത് ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണിത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക് HR ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന, തിരഞ്ഞെടുക്കുന്ന, സെലക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അത് മാത്രമാണ് അവരുടെ ഫംഗ്ഷൻ അല്ല, മറ്റു പല ഡ്യൂട്ടികളും അവർക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം കേട്ടോ. This department is given the aim of recruiting efficient human resources for the hospital. അതായത് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താണ് ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് എന്താണ്? ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, അങ്ങനെ നമ്മൾ ആളുകളെ തെരഞ്ഞെടുത്തു, അവരവിടുത്തെ സ്റ്റാഫുകളായിട്ട് മാറി. പിന്നെ എന്ത് വേണം? ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവിടുത്തെ സ്റ്റാഫുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, ജീവനക്കാരുടെ സംതൃപ്തി ഉറപ്പാക്കുക എന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ആളുകളെ ഏറ്റവും സംതൃപ്തമായിട്ട് ഇരുന്നാൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിൽ നിന്ന് നല്ലൊരു ഔട്ട്കം നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർ എപ്പോഴും എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. അവർ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാലാണ് അവർ നല്ല രീതിയിൽ അവരുടെ എല്ലാ ഔട്ട്പുട്ടും പൊട്ടൻഷ്യൽ എടുത്ത് അവർ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് ഒരു നേട്ടം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റ് അല്ല, എംപ്ലോയീസിന്റെ സംതൃപ്തി ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുക? അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞത്. പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ലഭ്യമാക്കുക. പിന്നെ എന്താണ്? ആൻഡ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ പണമായിട്ടുള്ളതും പണമല്ലാത്തതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പണമായിട്ട് ആനുകൂല്യങ്ങൾ നമ്മളിപ്പോ സാലറിക്ക് പുറമെ നമ്മളിപ്പോ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ ബോണസ് കൊടുക്കുക, അതൊക്കെ നമ്മൾ മോണിറ്ററി ബെനിഫിറ്റുകളാണ് അല്ലെ, പണമായിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്.
പണമല്ലാത്ത ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പൊ അവർക്ക് നമുക്ക് ഇൻഷുറൻസ് സേവനങ്ങൾ കൊടുക്കാം, അല്ലെ? ഇൻഷുറൻസ് കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് സിക്ക് ലീവ് അല്ലെങ്കിൽ പെയ്ഡ് ലീവ്, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക സ്റ്റാഫ് ട്രിപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാം, അവർക്ക് നല്ല വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം, അല്ലെ? ഇതൊക്കെ എന്താണ്? നമ്മൾ നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. പണമല്ലാതെ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന എന്താ പറയാ ബെനിഫിറ്റുകളാണ്, അല്ലെ? അപ്പൊ ആ രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ദ കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെന്റഡ് ബൈ ദ എംപ്ലോയീസ്. അതിന് പുറമെ ഇപ്പൊ എംപ്ലോയീസുകൾ മൂലം ഉണ്ടാവുന്ന ചില മോശം സേവനങ്ങൾക്ക്, നല്ല സേവനങ്ങളല്ല, മോശം സേവനങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടപരിഹാരം, അല്ലെ? നഷ്ടപരിഹാര തുക കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഏത് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ച സർവീസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായി, അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും മോശം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ളൊരു നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? റിക്രൂട്ടിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ്, അല്ലെ? ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതിനോടനുബന്ധിച്ച് പോയിന്റുകൾ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ അങ്ങനെ റിക്രൂട്ട് ചെയ്തു, ആളുകളെ തെരഞ്ഞെടുത്തു, അവര് ആ ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകളായിട്ട് മാറി, അവിടുത്തെ ജീവനക്കാരായിട്ട് മാറി. അടുത്തത് എന്ത് വേണം? ക്രിയേറ്റ്സ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ, അല്ലെ? അങ്ങനെ സ്റ്റാഫുകളായി മാറുകയും സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെന്താണ്? എൻഷുറിംഗ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ആയത് വരുന്നത്. എൻഷുറിംഗ് ദ എന്താണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ജീവനക്കാരുടെ സംതൃപ്തി ഉറപ്പാക്കുക. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് അവരുടെ സംതൃപ്തി ഉറപ്പാക്കാനായിട്ട് പറ്റും? അത് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അല്ലെ? അവർക്ക് നല്ല വർക്കിംഗ് തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്, അല്ലെ? പണമായിട്ടുള്ളതും പണമല്ലാത്തതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുക, അല്ലെ? പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ, അല്ലെ? എന്തെങ്കിലും മോശം സേവനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്? HR ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? HR ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? അപ്പൊ ആളുകളെ തെരഞ്ഞെടുക്കൽ മാത്രമല്ല കേട്ടോ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയാ നല്ലൊരു സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, അല്ലെ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റൽ, നമ്മളെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പറയുക, അവിടേക്ക് വരുന്ന റവന്യൂ, അവിടേക്ക് വരുന്ന വരുമാനം, എക്സ്പെൻസ്, അതൊക്കെ നല്ല രീതിയിൽ ടാലി ചെയ്ത് അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഓക്കെ, പോയിന്റുകൾ നോക്കൂ. ദേ മേക്ക് ബഡ്ജറ്റ്സ്, അല്ലെ? അവര് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് തയ്യാറാക്കില്ലേ ഒരു വർഷത്തേക്ക് എന്നതുപോലെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ മാസത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വരുന്ന റവന്യൂ, അവർക്ക് വരുന്ന വരുമാനം എത്രത്തോളം ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് അത് എക്സ്പെൻസ് അവർക്ക് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് ബഡ്ജറ്റ്സുകൾ, അല്ലെ? ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് ആവശ്യമായിട്ട് സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കുറെ കൂടെ ലോങ് ആയിട്ട് കണ്ടിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്? ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രേഡേഷൻ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്, അവർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന്, നവീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സുകളും അവർക്ക് വിതരണം ചെയ്യുക. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ മികവുറ്റതാവണമെന്നില്ല, അല്ലെ? ചില ഡിപ്പാർട്ട്മെന്റുകളെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ട, അപ്ഗ്രേഡ് ചെയ്യേണ്ട ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്ഗ്രഡേഷന് നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സുകളും പ്രൊവൈഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെന്താണ്, ദേ ആൾസോ പ്രൊവൈഡ് ദ വേജ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റാഫ് അല്ലെ. അതുപോലെ ഈ പറയുന്ന ജീവനക്കാരുടെ വേതന പ്രസ്താവനകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ശമ്പള നിരക്കും കാര്യങ്ങളും അതിനെ സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകളും റിപ്പോർട്ടുകളൊക്കെ അവർക്ക് കൊടുക്കുക. ആൻഡ് ഓവർസീ ദ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഫോർ ദ ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസും മറ്റും വാങ്ങുന്നതിനായിട്ടുള്ള ആ ഒരു പിന്തുണ കൊടുക്കുക അല്ലെ, അതിനെ മേൽനോട്ടം വയ്ക്കാൻ. അതൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വേണം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനത്തെ പർച്ചേസ് കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു മേൽനോട്ടം വഹിക്കേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ കേട്ടോ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ബഡ്ജറ്റ്സ്, ബഡ്ജറ്റ് തയ്യാറാക്കുന്നു, ദേ പ്രൊവൈഡ് ദേ മേക്ക് ദ ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു. ദേ ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ ദ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് ഫോർ ദെയർ അപ്ഗ്രഡേഷൻ, നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ദേ പ്രൊവൈഡ് ദ വേജ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള വേജ് സ്റ്റേറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദേ ഓവർസീ ദ പർച്ചേസസ് ഓഫ് ദ മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, അടുത്ത വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗമാണ്? ഭരണ വിഭാഗമാണ് അല്ലെ. ഹോസ്പിറ്റലിന്റേതായ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് ദ പവേഴ്സ് ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പരിപാലിക്കുന്നതിന് ഏറ്റവും അധികാരപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഭരണവിഭാഗമാണ്. ദേ ലുക്ക് ആഫ്റ്റർ ഓൾ ദ പേപ്പർ വർക്ക് ഓഫ് ദ ഹോസ്പിറ്റൽ. അത് ഹോസ്പിറ്റലിന്റേതായ എല്ലാ പേപ്പർ വർക്കുകളും എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. ഒരുപാട് പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, അക്രഡിറ്റേഷൻ വർക്കുകൾ, ഒത്തിരി കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് എൻഷുർ ദാറ്റ് എവരി ഡിപ്പാർട്ട്മെന്റ് ഫോളോസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വെറുതെ കുറെ പോളിസികളും പ്രൊസീജിയറുകളും മാത്രം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഈച്ച് ആൻഡ് എവരി അല്ലെ, ഏത് കോർണറും ഏത് ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള ആ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. Hospital administration also organizes and supports the patient's total medical care during an episode of illness in the hospital. അതോടൊപ്പം തന്നെ ഒരു രോഗിയുടെ ഹോസ്പിറ്റലിലെ പരിചരണത്തിലുടനീളം ആ ഒരു രോഗി പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണ കൊടുക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ആ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. Okay, and is responsible for integrating various functions and services. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ, അവരുടെ സേവനങ്ങളെല്ലാം തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, സമന്വയിപ്പിക്കുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. 3 ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? HR ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആണോ ഈ ചാപ്റ്റർ? നമ്മൾ എങ്ങനെ തുടങ്ങിയത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പഠിച്ചത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. IPD അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനും 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ IPD സേവനങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് കണ്ടു. OPD അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളാണ് നമ്മൾ 24 ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. 24 എണ്ണം പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞ ഡിവിഷൻ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്.
അതിനകത്ത് ഒരു 12 എണ്ണം നമ്മൾ പഠിച്ചു. പിന്നെ മൂന്നാമത് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ 3 സബ് ഡിവിഷൻസ് ഉണ്ട്, HR, ഫിനാൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഭാഗമായിട്ട് വരുന്ന ചില ഇതുണ്ടല്ലോ ഓർഗൻസുകളൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തന്നിട്ട് അത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെയാണോ? മനസ്സിലായോ ഈ ചാപ്റ്റർ? ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏതാണത്? ചാപ്റ്റർ നമ്പർ 11 ആണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ICU ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ, എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ICU അല്ലെ, നമ്മൾ പഠിച്ചതാണ് അല്ലെ, തീവ്ര പരിചരണ വിഭാഗം അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ പേരുകളുണ്ട് അല്ലെ. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ. ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് പഠിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു വളരെ ഗുരുതരമായിട്ട് അല്ലെ, വളരെ സിവിയർ ആയിട്ട് പരിക്കുകളോ അസുഖങ്ങളോ ഉള്ള ആളുകൾക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ, ICU എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അവിടെ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു വാർഡിലെ പോലെ ഒരുപാട് ബെഡുകൾ ഉണ്ടായിരിക്കും ഇല്ല അല്ലെ. എന്താണ്, വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അത് മാത്രമല്ല, ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അല്ലെ. അങ്ങനെ നമ്മൾ അവിടെ പഠിച്ചില്ലേ, ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അവിടെ കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും, അതുപോലെ അനസ്തെറ്റിക് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒരു ടീമാണ് ഏതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെയാണോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിരുന്നതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ തീവ്ര പരിചരണ വിഭാഗം, മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ പരിചരണം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. എ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has an equipment that allows for the continuous monitoring and life support. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് വളരെ ക്രിട്ടിക്കലി ആയിട്ടുള്ള, വളരെ സിവിയർ ആയിട്ടുള്ള അസുഖമുള്ളവരോ അല്ലെങ്കിൽ പരിക്കേറ്റതോ ആയിട്ടുള്ള ആളുകൾക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് അല്ലെ. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ്. അത് മാത്രമല്ല, രോഗിക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും ലൈഫ് സപ്പോർട്ടും ഒക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും അല്ലെ, അങ്ങനെ എക്യുപ്മെന്റ്സുകൾ കൊണ്ടൊക്കെ സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU. ഓക്കെ, പിന്നെന്താണ്? The patients may be referred either directly from an emergency department or from a ward if their condition rapidly വേഴ്സ് എന്നാക്കണം കേട്ടോ. അതൊരു വേർഡ് മിസ്സിംഗ് ഉണ്ട്. റാപ്പിഡ്ലി വേഴ്സ് എന്ന് വെച്ചാൽ എന്താ? WORSE വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമാവാന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ.
rapidly burns, or immediately after the surgery, if the surgery is very invasive and the patient is at a high risk of complications. അപ്പൊ നമ്മള് പേഷ്യൻസിനെ നമ്മൾ എവിടെ നിന്നാണ് റെഫർ ചെയ്യുന്നത്? നേരിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നേരിട്ട് അവരെ ഐസിയുലോട്ട് മാറ്റുകയാണോ ചെയ്യുന്നത്? അല്ല, ഒന്നില്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ്, അല്ലെ? അതായത് ഒന്നെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ വാർഡുകളിൽ നിന്നോ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അവരെ എങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ഐസിയുലോട്ട് നമ്മൾ അവരെ റെഫർ ചെയ്യുന്നത്, അല്ലെ? അത് മാത്രമല്ല, വേഴ്സണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അക്ഷര വേഴ്സണിങ് മീൻസ് മോശമാവുക കേട്ടോ. വേഴ്സ് ആവുക, മോശമാവുക എന്നുള്ള അർത്ഥം കേട്ടോ. അത് സീരിയസ് ആവുന്ന അർത്ഥമാണ്. ഓർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി, അല്ലെങ്കിൽ എന്താണ്? സർജറി കഴിഞ്ഞ ഉടൻ തന്നെ, അല്ലെ? നമുക്ക് സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മൾ ഉടനെ റൂമിലോട്ടോ വാർഡിലോട്ടാണോ മാറ്റുന്നത്? അല്ല, പിന്നെ നമ്മൾ ആദ്യം ഒരു സർജറി കഴിഞ്ഞവരെ എങ്ങോട്ടാണ് നമ്മൾ മാറ്റുക? ഐസിയുലോട്ടല്ലേ നമ്മൾ മാറ്റുക. കാരണം കുറച്ച് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താ ആവശ്യമാണ്? ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ എവിടെയാണ് നമ്മൾ പരിചരിക്കുക? ഐസിയുലല്ലേ നമ്മൾ പരിചരിക്കുക. രണ്ട് റൂമിലോട്ടോ വാർഡിലോട്ടോ അല്ലല്ലോ അവർ മാറ്റുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി, അല്ലെ? സർജറിക്ക് ശേഷം ഉടനടി തന്നെ. ഇനി ഇഫ് ദ സർജറി ഈസ് വെരി ഇൻവസീവ് and the patient is at a high risk of complication. The patient സർജറി വളരെ വെരി ഇൻവസീവ് ആവാന്ന് വെച്ചാൽ എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള സർജറികൾക്കൊക്കെ ശേഷം ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ അതിനെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഐസിയുവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേറൊന്നും മനസ്സിലാക്കല്ല. ഐസിയു എന്താണെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അല്ലെ? ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കൂ, ഒരു ഐസിയുവിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നോക്കൂ, എന്തുമാത്രം എക്യുപ്മെന്റുകളാണ് അവിടെ സജ്ജമായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഓക്കെ, അത്രയും വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഒരു ടീംസ് ആണ് ഈ പറയുന്ന ഐസിയുവിനെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം കേട്ടോ. അടുത്തത് ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ഐസിയു കേട്ടോ. ഇനി ഐസിയുവില് എങ്ങനെയുള്ള ആളുകളെയാണ് പരിചരിക്കുന്നത്? അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കോ അല്ലെങ്കിൽ രോഗമോ ഉള്ള ആളുകളെയാണ് എവിടെ പരിചരിക്കുന്നത്? ഐസിയുവിനകത്ത് പരിചരിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ചില പ്രത്യേക സിറ്റുവേഷന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, who are cared for in the ICU. Patients may have a planned admission after surgery. നേരത്തെ പറഞ്ഞാണ് അല്ലെ? ഇപ്പൊ സർജറിക്ക് ശേഷം പേഷ്യന്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ചിലപ്പോൾ ഐസിയുലോട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കണം. കാര്യം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ആ പേഷ്യന്റിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണം? ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്, അല്ലെ? അങ്ങനെയാവാം. അല്ലെങ്കിലോ അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, അല്ലെങ്കിൽ ആകസ്മികമായിട്ട് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവരെ നമ്മൾ ഐസിയുലോട്ട് അഡ്മിറ്റ് ചെയ്യാം. ഓർ ബി അഡ്മിറ്റഡ് ഡ്യൂ ടു സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിംഗ് ഓഫ് ദെയർ ഹെൽത്ത്. അതല്ലെങ്കിൽ അവിടെ ഓൾറെഡി അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് മോശമാകാണ്, ക്രിട്ടിക്കൽ ആവുന്ന സാഹചര്യത്തിൽ അവരെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? ഐസിയുലോട്ട് മാറ്റുന്നുണ്ട്. സം ഹോസ്പിറ്റൽ ഐസിയു സ്പെഷ്യലൈസ് in providing care for a particular health conditions or injuries that include. അപ്പൊ ചില ഐസിയു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ചില ഹെൽത്ത് കണ്ടീഷൻസിന് ഉള്ള ആളുകളെ അവിടെ തന്നെയാണ് നമ്മൾ പരിചരിക്കുന്നത്, ഐസിയുവിലാണ് പരിചരിക്കുന്നത്. ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ് ഐസിയുവിൽ പരിചരിക്കുന്നത്. നോക്കൂ, സിവിയർ ബേൺസ്, അതാണ് സിവിയർ ബേൺസ്. ഇതൊക്കെ പോയിന്റുകളാണ്, ഓർത്ത് വെക്കുക കേട്ടോ. സിവിയർ ബേൺസ് എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ട് പൊള്ളലേറ്റിട്ടുള്ള ആളുകൾ, അല്ലെ? വളരെ തീവ്രമായിട്ട് പൊള്ളലേറ്റിട്ടുള്ള ആളുകളെ നമ്മൾ എന്താ പരിചരിക്കുന്നത്? ഐസിയുവിലാണ്, അല്ലെ? പിന്നെ വരുന്നതാണ് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇതാണ് റെസ്പിറേറ്ററി ഫെയിലിയർ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വസനമാണ്, അല്ലെ? ശ്വസനമാണ്. അപ്പൊ റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ശ്വസന സംബന്ധമായിട്ട് ശ്വാസതടസ്സം വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ എന്താണ് റെസ്പിറേറ്ററി ഫെയിലിയർ സംഭവിക്കുന്ന പേഷ്യൻസിനെ എവിടേക്കാണ് നമ്മൾ, അങ്ങനെയുള്ള പേഷ്യൻസിനെ എവിടെയാണ് നമ്മൾ പരിചരിക്കുന്നത്? ഐസിയുവിലാണ്, അല്ലെ? ഓക്കെ, പിന്നെ എന്താണ് കാർഡിയോ തൊറാസിക് സർജറി. ഇതാണ് കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട സർജറിയാണ്. തൊറാസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊറാക്സ്. തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ഉണ്ടല്ലോ, അതാണ് തൊറാസിക് എന്ന്. തൊറാസിക് കാവിറ്റി എന്നാണ് പറയാ കേട്ടോ. നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരുപാട് ഓർഗൻസ് ഉണ്ട്, അല്ലെ? ഹാർട്ട് മാത്രമല്ല, ഹാർട്ടിനെ കൂടാതെ ലങ്സ് ഉണ്ട്, അല്ലെ? ശ്വാസകോശം ഉണ്ട്,
അതുപോലെ തന്നെ അന്നനാളമുണ്ട്, കരള് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗൻസുകളാണ്. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഏത് സർജറികൾക്കും ഈ പറയുന്ന ഐസിയുവിലാണ് പരിചരണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയവും അതോടൊപ്പം തന്നെ തൊറാസിക് ക്യാവിറ്റിക്കകത്ത് വരുന്ന മറ്റു പല ഓർഗൻസിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മൾ എവിടെയാണ് പരിചരിക്കുന്നത്? ഐസിയുവിലാണ് പരിചരിക്കുന്നത് കേട്ടോ. മറന്നു പോകരുത്, കാർഡിയോ തൊറാസിക് സർജറി കേട്ടോ. തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? കോംപ്ലക്സ് സ്പൈനൽ സർജറി അല്ലെ. വളരെ സങ്കീർണമായിട്ടുള്ള ഈ പറയുന്ന സ്പൈനൽ സർജറികൾ, ഇപ്പൊ നട്ടെല്ലിനൊക്കെ നടത്തുന്ന ശസ്ത്രക്രിയകളൊക്കെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെയൊക്കെ ഐസിയുവിനാണ് നമ്മൾ പരിചരിക്കുന്നത്. പിന്നെ എന്താണ്? മേജർ ട്രോമ അല്ലെ. എന്താണ് ട്രോമ എന്ന് പറഞ്ഞാൽ? എന്താണ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘാതം അല്ലെങ്കിൽ പരിക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഗുരുതരമായിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു ആക്സിഡന്റ്, അതെ മുറിവ്, അതെ വളരെ ഗുരുതരമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് നമുക്ക് ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിക്കാണ്. അത് വളരെ സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഒക്കെ വരുന്ന ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്നതൊക്കെ അതൊക്കെ ഈ പറയുന്ന മേജർ ട്രോമയിൽ പെടുന്ന കേസുകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ ഐസിയുവിൽ പരിചരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് അല്ലെ. ഈ പറയുന്ന അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രോഗികളുണ്ടാവും. കിഡ്നി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെ. ഈ പറയുന്ന ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന പേഷ്യൻസിനെ എവിടെ തന്നെയാണ് പരിചരിക്കുന്നത്? ഐസിയുവിലാണ് പരിചരിക്കുന്നത്. പിന്നെ വരുന്നതാണ് സെപ്സിസ് കേട്ടോ. എന്താണ് സെപ്സിസ്? സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? ഇൻഫെക്ഷൻ ആണ് കേട്ടോ. സാധാരണ രീതിയിലുള്ള ചെറിയ ഇൻഫെക്ഷൻ അല്ല. നമ്മുടെ ഇൻഫെക്ഷൻ നമ്മുടെ രക്തത്തിൽ മുഴുവൻ ബാധിച്ച് നമ്മുടെ രക്തത്തിലോട്ട് കലർന്ന് നമ്മുടെ ശരീരത്തിൽ മൊത്തം വ്യാപിക്കുകയും അത് നമ്മുടെ ശരീരത്തിലെ മറ്റു പല ഓർഗൻസുകളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അതാണ് എന്ത്? സെപ്സിസ് എന്ന് പറയുന്നത്. മനസ്സിലായത്? സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫെക്ഷൻ തന്നെയാണ്. സാധാരണ രീതിയിലുള്ള ഇൻഫെക്ഷൻ അല്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അതിനെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ രക്തത്തിലോട്ട് കലരുകയും അത് രക്തത്തിന് അണുബാധയായി മാറുകയും ചെയ്യും. രക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതിലൂടെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ വ്യാപിക്കുകയും മറ്റു പല ഓർഗൻസുകളെ അത് പ്രതികൂലമായി ബാധിച്ച് അവയുടെ പ്രവർത്തനം ഇല്ലാതാക്കുകയും അവസാനം എന്താണ്? രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു അവസ്ഥയാണ് സെപ്സിസ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കേട്ടില്ല, പനിയൊക്കെ വന്ന ആളുകൾ മരിക്കുന്ന കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പനിയൊക്കെ വന്ന ആള് മരിച്ചു പോകുന്നു അല്ലെ. പക്ഷെ എന്താണ്? ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും, അത് ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്സിസ് ആവുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്യും കേട്ടോ. ഐസിയുലൊക്കെ മരണപ്പെടുന്ന കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി മരണപ്പെടുന്നത് ഇതുപോലെ സെപ്സിസ് മൂലമുള്ള സെപ്സിസ് ഒക്കെ സർജറി വന്നിട്ടാണ് മരണപ്പെടുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കാർഡിയാക് അറസ്റ്റ്. അറിയാലോ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എവിടെയാ പരിചരിക്കുന്നത്? ഐസിയുവിനകത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? സിവിയർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോ തൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ് കേട്ടോ. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ അതായത് സാധാരണ നോർമലി വരുന്ന ഇൻഫെക്ഷന് നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡിൽ കലരും, രക്തത്തിൽ അണുബാധയായിട്ട് മാറും. അങ്ങനെ അത് നമ്മുടെ ശരീരത്തിലെ മറ്റു പല ഓർഗൻസുകളെയും പ്രതികൂലമായിട്ട് ബാധിക്കും, അതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അത് നശിപ്പിക്കും. അങ്ങനെ രോഗിയുടെ മരണത്തിന് വരെ കാരണമാകും. ആ ഒരു അവസ്ഥയാണ്. ഇൻഫെക്ഷൻ തന്നെ കുറെ കൂടി കൂടിയ ലെവലിലുള്ള ഇൻഫെക്ഷൻ ആണ് കേട്ടോ സെപ്സിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ അത് ബാധിക്കും, നമ്മുടെ പ്രതിരോധ ശേഷിനെയൊക്കെ അത് ബാധിക്കുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിച്ചാൽ പിന്നെ പറയാനില്ലല്ലോ, എല്ലാ അസുഖങ്ങളും നമ്മൾ കയറി പിടിക്കും, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അസുഖബാധിതരാകുകയും മരണപ്പെടുകയും ചെയ്യും. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ ടൈപ്സ് ഓഫ് ICU ആണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU ആണ് കേട്ടോ. പല ടൈപ്പ് ICUനാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ എന്താണ് ICU പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവര് കൊടുക്കുന്ന പരിചരണം എന്തിനാണോ അവർ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോമൺ ടൈപ്സ് ഓഫ് ICU.
ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വേറെ ഒന്നും അതിൽ നിന്നൊന്നും ചോദിക്കാനില്ല കേട്ടോ. അപ്പൊ നോക്കുക, ഒന്നാമത്തെ നോക്കൂ, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CICU, ഫുൾ ഫോം ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. CICU എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അതായത് ഹൃദയ സംബന്ധമായിട്ട് ഹൃദ്രോഗികൾക്കൊക്കെ തീവ്ര പരിചരണം കൊടുക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CICU എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ CVTS ICU. എന്താണ് CVTS ICU? ദാറ്റ് മീൻസ് കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, കാർഡിയോ വാസ്കുലർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്നു. വാസ്കുലർ റിലേറ്റഡ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാസ്കുലർ എന്ന് പറയുന്നത്? ആര് പറയും ആൻസർ? വാസ്കുലർ നമ്മൾ പഠിച്ചതാണല്ലോ. വാസ്കുലർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് പേരെന്താണ്? തഹാബ് അല്ലെ, തഹാബ് എന്നാണോ പേര്? ഓക്കെ, ബ്ലഡ് വെസൽസ്, കറക്റ്റ് ആണ് കേട്ടോ. തഹാബ് എന്നല്ലേ പേര്? തഹാബ് അല്ലെ, കറക്റ്റ് ആണ്. എന്താണ്? ബ്ലഡ് വെസൽസ്. അപ്പൊ തഹാബിന് മാത്രമേ അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയില്ലായിരുന്നില്ലേ? നമ്മളിത് പഠിച്ചതാണല്ലോ, മറന്നുപോയാ? പഠിക്കണില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? കാർഡിയോ വാസ്കുലർ എന്ന് പറഞ്ഞാല് ഹൃദയവും അതുപോലെ തന്നെ ഓക്കെ, ഷാഹിന എന്നാണ് പേര് അല്ലെ. ഓക്കെ, ഷാഹിന. അപ്പൊ പലരുടെ പേര് നമുക്ക് ഒറിജിനൽ പേര് അറിയില്ലല്ലോ, ഇങ്ങനെ എഴുതി കാണുന്ന പേരുകൾ മാത്രമേ. ഷാഹിന അല്ലെ, ഓക്കെ ഓക്കെ. അപ്പൊ നോക്കാം കേട്ടോ. കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത് ഹൃദയവും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് അല്ലെ, രക്തക്കൊള്ളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. പിന്നെ തൊറാസിക് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, തൊറാസിക് കാവിറ്റിക്കകത്തുള്ള എന്താണ് ഓർഗൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന രോഗികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് CVTS ICU. ഫുൾ ഫോം പഠിച്ചു വെക്കണേ, കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. അടുത്തത് നോക്കൂ, GICU. എന്താണ് GICU? ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആമാശയ സംബന്ധമായിട്ടൊക്കെ വരുന്ന എന്താണ് പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തു കഴിഞ്ഞപ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരു കാർഡിയക് ICU ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ പരിചരിക്കാനായിട്ട് ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് എന്തിനാണോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ ടൈപ്പ് ആയിട്ട് തിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കൂ, MICU. MICU എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് സാധാരണ നമുക്ക് വരുന്ന നോർമലായിട്ട് വരുന്ന ഇഞ്ചുറികള് അല്ലെങ്കിൽ അസുഖങ്ങള് അതിനൊക്കെ തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് കേട്ടോ. NICU നമ്മൾ പഠിച്ചതാണ് അല്ലെ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICUയുടെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുന്നുണ്ടോ? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നവജാത ശിശുക്കൾക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ്. പിന്നെ ഏതാണ്? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ന്യൂറോ അല്ലെ, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ്. പിന്നെ വരുന്നത് ഏതാണ്? PICU ആണ് അല്ലെ. PICU, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് ഈ പറയുന്ന കുട്ടികള് അല്ലെ, കുട്ടികളില് ഈ പറയുന്ന കുട്ടി രോഗികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ്. പിന്നെ ഏതാണ്? SICU അല്ലെ, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പിന്നെ വരുന്നത് TICU ആണ് അല്ലെ, ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ എന്താണെന്ന് നമുക്ക് പറഞ്ഞു അല്ലെ, ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയവര്, മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആക്സിഡന്റ് കേസുകളൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് തീവ്ര പരിചരണം കൊടുക്കുന്ന യൂണിറ്റ് ആണ് അല്ലെ TICU എന്ന് പറയുന്നത്, ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ക്ലിയർ? അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU ഒക്കെയാണ്. മനസ്സിലായോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ശരി. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതിനോടൊരു സുഖമില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളില്ലാത്തൊരു സഫോക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU
ഓൺ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കേട്ടോ. ഇനി നമ്മൾ ICUവിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്, ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ICUവിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ICUവിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ICU. എന്താണ് ക്ലാസിഫിക്കേഷൻ? എങ്ങനെയാണ്? രണ്ട് ടൈപ്പ് ആയിട്ടാണ്, ഓപ്പൺ യൂണിറ്റ് ICU ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഓക്കെ, അപ്പൊ അത് നമുക്ക് വായിക്കുന്നതിനേക്കാളും മുമ്പ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, അത് മനസ്സിലാക്കുക, എന്നിട്ട് വായിക്കാം, പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. അതായത് ആദ്യം നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് രണ്ടാളുകളെ നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ഒരാളെ നമുക്കറിയാം. ഒന്നാമത്തെ ആൾ എന്താണ്? ഫിസിഷ്യൻ ആണ് കേട്ടോ. ആരാണ് ഫിസിഷ്യൻ? ഫിസിഷ്യൻ നമ്മൾ പഠിച്ചു അല്ലെ? ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? ഹീസ് എ ജനറൽ പ്രാക്ടീഷണർ ആണ് അല്ലെ? ജനറൽ പ്രാക്ടീഷണർ ആണ്, ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ അല്ലെ? അതായത് മെഡിസിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല, പകരം ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് അല്ലെ? അതാണ് നമുക്ക് അവരെ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒരാളാണ് ഇന്റൻസിവിസ്റ്റ്. ആരാണ്? ഇന്റൻസിവിസ്റ്റ്. ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പഠിക്കുന്ന ICU അല്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഇന്റൻസിവിസ്റ്റ് ആരായിരിക്കും? അതായത് ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് തീവ്രപരിചരണം കൊടുക്കുന്നതിന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ ചുരുക്കി പറഞ്ഞ എന്താണ്? ICU സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഫിസിഷ്യൻ ആരാണ്, ഇന്റൻസിവിസ്റ്റ് ആരാണെന്നുള്ളത് ഒന്ന് ക്ലിയർ ചെയ്തിരിക്കാം. ഫിസിഷ്യൻ എന്ന് പറയുന്നത് ജനറൽ പ്രാക്ടീഷണർ ആണ്. അദ്ദേഹം എന്ന് പറയുന്ന ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രപരിചരണം നൽകേണ്ട രോഗികൾക്ക് അതിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ, അഥവാ ICU സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് രണ്ടും അറിയാം. ഇനി പറയേണ്ടത്, ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്, ഓപ്പൺ യൂണിറ്റ് ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റ് ഉണ്ട്. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് ഒരു ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യൻസ്. മനസ്സിലായോ? അതായത് ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് ഒരു ഫിസിഷ്യൻ ആണ് രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം മാനേജ് ചെയ്യുന്നതും മെയിൻ റോള് കൈകാര്യം ചെയ്തത് ആരാണ്? ഫിസിഷ്യൻ ആണ്. എവിടെ? ഓപ്പൺ യൂണിറ്റ് ICUവില്. അവിടെ ഇന്റൻസിവിസ്റ്റിന് വളരെ ചെറിയൊരു റോള് മാത്രമേ അവിടെ വരുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് ഓപ്പൺ യൂണിറ്റ് ICU. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്റൻസിവിസ്റ്റ് ആണ് മേജർ ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇന്റൻസിവിസ്റ്റ് ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. അതായത് ICUവിലോട്ട് വരുന്ന പേഷ്യൻസിനെ പരിചരിക്കുന്നതും അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും അവരെ എന്താ പറയുക അഡ്മിഷനും ഡിസ്ചാർജും എല്ലാം തന്നെ മേൽനോട്ടം നൽകുന്നത് ആരാണ്? ഒരു ഇന്റൻസിവിസ്റ്റ് ആണ്. അവരൊറ്റയ്ക്ക് മാത്രമല്ല, ഫിസിഷ്യൻസും ഉണ്ടാവും, അവരുമായിട്ട് ചേർന്ന് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ രോഗികൾക്ക് എന്ത് കൊടുക്കുന്നത്? തീവ്രപരിചരണം കൊടുക്കുന്നത്. അതാണ് ഇത് ക്ലോസ്ഡ് യൂണിറ്റ്. അപ്പോ ഇത് കേട്ട് കഴിയുമ്പോൾ ഏതാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്യുന്നത്? ഓപ്പൺ യൂണിറ്റ് ICU ആണോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണോ? ഏതായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏതായിരിക്കും ബെറ്റർ? എന്നത് എന്ത് തോന്നുന്നത് കേട്ടിട്ട്? ഏതായിരിക്കും ബെറ്റർ? ഓപ്പൺ യൂണിറ്റ് ആയിരിക്കോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ആയിരിക്കോ? ഏതായിരിക്കും? ക്ലോസ്ഡ് യൂണിറ്റ്. ഓക്കെ, ഷാഹിന പറഞ്ഞു ക്ലോസ്ഡ് യൂണിറ്റ്. ഷാഹിനയുടെ മാത്രം അഭിപ്രായമാണ് അത്. ബബീഷ് പറയുന്നു ക്ലോസ്ഡ് യൂണിറ്റ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ വേറെ ആർക്കെങ്കിലും പറഞ്ഞോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ് ക്ലോസ്ഡ് യൂണിറ്റ്, മനീഷ ക്ലോസ്ഡ്, ലിസ്മ ആമിന ക്ലോസ്ഡ് യൂണിറ്റ്. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ് ആണ് എല്ലാവരും ബെറ്റർ ആയിട്ട് പറയുന്നത് അല്ലെ? കൃഷ്ണേന്ദു പറഞ്ഞു ക്ലോസ്ഡ് യൂണിറ്റ്. എന്തുകൊണ്ടായിരിക്കും? അഞ്ജനയും പറഞ്ഞു ക്ലോസ്ഡ് യൂണിറ്റ്. കാര്യം എന്താണ്? അവിടെ ഒരു ഇന്റൻസിവിസ്റ്റ് ആണ് അവിടെ മേൽനോട്ടം വഹിക്കുന്നത്.
അദ്ദേഹം എന്ന് പറയുന്നത് ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ സേവനമല്ലേ നമുക്ക് അവിടെ വേണ്ടത്. ഒരു ഫിസിഷ്യന്റെ സേവനം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിൽ ഏറ്റവും എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സേവനം നമുക്ക് ലഭിക്കുന്നത് ക്ലോസ്ഡ് യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടെ ബെറ്റർ ഏത് തന്നെയായിരിക്കും, ക്ലോസ്ഡ് യൂണിറ്റ് ICU ആയിരിക്കും. മനസ്സിലായോ? അത്രയുള്ള വ്യത്യാസമാണോ, അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം, നോക്കാം കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICU. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഒക്കെ ഉള്ളത് എവിടെയായിരിക്കും? ICUവിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് ക്ലോസ്ഡ്. അവര് എന്ന് വെച്ചാൽ അവരാണ് അതിന് കൂടുതൽ മേൽനോട്ടം വഹിക്കുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുന്നത് അവരായിരിക്കും. അതുകൊണ്ട് അവരുടെ ഒരു പരിചരണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ കുറെ കൂടെ ബെറ്റർ ഏതായിരിക്കും, ക്ലോസ്ഡ് യൂണിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം, അത്രയുള്ള വ്യത്യാസം. ഓപ്പൺ യൂണിറ്റ് കേട്ടോ. ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത് ഫിസിഷ്യൻസ് ആണ്. എവിടെ? ഓപ്പൺ യൂണിറ്റ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നോക്കൂ, ട്രയാഡ് ഡിസിഷൻ ഫാൾസ് ഓൺ ദ ഡയറക്ടർ ഓഫ് ICU when there is a bed or staff shortage. ട്രയൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗികളെ സോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് എന്താണ്, ഡയറക്ടർ ഓഫ് ICU. ആരാണ് ഡയറക്ടർ ഓഫ് ICU എന്ന് പറഞ്ഞാൽ? ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഡയറക്ടർ ഓഫ് ICU എന്ന് പറയുന്നത് ഇന്റൻസിവിസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ അവിടെ ഒരു ബെഡിന്റെ ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വരുന്ന സാഹചര്യങ്ങളില് നമ്മൾ ഈ പറയുന്ന രോഗികളുടെ സോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ ആ ഒരു രോഗാവസ്ഥയുടെ തീവ്രതയ്ക്ക് അനുസരിച്ച് പ്രിഫറൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ സോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആരിൽ വരുന്നത്, ഒരു ഇന്റൻസിവിസ്റ്റിന്റെ കയ്യിൽ വരുന്നത്. എവിടെ? ഓപ്പൺ യൂണിറ്റ് ICU-ലാണ്. മനസ്സിലായോ? ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തത് ആര് തന്നെയാണ്? ഫിസിഷ്യനാണ്. ക്ലിയർ ആയോ? അപ്പൊ ഒരു ബെഡിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വരുന്ന സന്ദർഭത്തില് അവർ എന്താണ് ഈ പേഷ്യൻസിനെ സോർട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള വളരെ പേരിന് മാത്രമായിട്ടുള്ള ഡ്യൂട്ടികള്, റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് ഓപ്പൺ യൂണിറ്റ് ICU-വിൽ ആർക്ക് വരുന്നത്? ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകൾക്ക് വരുന്നത്. ബാക്കി എല്ലാ മേജർ റോളും വഹിക്കുന്നത് ആര് തന്നെയാണ്? ഫിസിഷ്യനാണ് കേട്ടോ. The major drawback of this concept is that these physicians might not have received specialized training for managing the critically ill patient. അതുവരെ മതിയിട്ട് ബാക്കിയുള്ളതിലല്ല. അതായത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക് അല്ലെ. കാര്യം അവിടെ ഫിസിഷ്യൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത്, അദ്ദേഹമാണെങ്കിലോ തീവ്ര പരിചരണ രോഗികളുടെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് അവിടെ പറയുന്നത്. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ICU നോക്കിയേ, ദ ഡയറക്ടേഴ്സ് അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ ദ അഡ്മിഷൻസ് ആൻഡ് ഡിസ്ചാർജസ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റ് ഡോക്ടേഴ്സുകളും മറ്റുള്ളവരുടെ അസോസിയേറ്റ്സും ഒക്കെയാണ് ഈ പറയുന്ന ക്ലോസ്ഡ് യൂണിറ്റ് ICU-നകത്ത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. Once the patient is admitted, ഒരു തവണ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ the unit team takes a case of it. ആ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആ ഒരു കേസ് ഏറ്റെടുക്കുകയും by collaborating with the admitting team for efficient patient care, അല്ലെ, മറ്റുള്ള ഫിസിഷ്യന്മാരും ഉണ്ടാവും, അവരോട് കൂടിയിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും നല്ല പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നത്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ക്ലോസ്ഡ് യൂണിറ്റ് ICU പല കാരണങ്ങൾക്കൊന്നും കൂടുതൽ എന്താണ് ഹെൽപ്ഫുൾ ആണ് ഇതിനപേക്ഷിച്ച് ഓപ്പൺ യൂണിറ്റിനേക്കാളും. എന്ത് കാരണം കൊണ്ടാണ്? 2 പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഏത് യൂണിറ്റ് ICU-വിന്റെ പ്രത്യേകതയാണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ നോക്കിയേ, മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ. എന്താണ്? മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീസിയേഷൻ. വളരെ കുറെ കൂടെ കൃത്യമായിട്ട്, അതായത് മോർ ടൈമിലി, അതായത് കൃത്യസമയത്തിന് തന്നെ നമുക്ക് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അവരുടെ ചികിത്സ ആരംഭിക്കുന്നതിനും സാധിക്കും. എവിടെ? ക്ലോസ്ഡ് യൂണിറ്റ് ICU. കാരണം അതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് അവിടെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗിക്ക് ആവശ്യമായിട്ടൊരു കൃത്യസമയനിഷ്ഠമായിട്ട് തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യാനും ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ദ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്, അല്ലെ. വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്റൻസിവിസ്റ്റ്. അവരുടെ സേവനമാണ് നമുക്ക് എവിടെ ലഭിക്കുന്നത്? ക്ലോസ്ഡ് യൂണിറ്റ് ICU-നകത്ത് ലഭിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഒക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
സ്റ്റാഫിംഗ് ആണ്, ICU സ്റ്റാഫിംഗ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ICU എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീം ഓഫ് സ്റ്റാഫുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെ സ്റ്റാഫുകളാണെന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം കേട്ടോ. അതായത് ഒരു ICU ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് ആര്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് കേട്ടോ. റെസ്പിറേഷൻ എന്താണെന്ന് അറിയാമല്ലോ, ശ്വസന സമരം, പ്രത്യേകിച്ച് ശ്വാസതടസ്സമൊക്കെ നേരിടുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട പരിചരണങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഒരു ICUല് വളരെയധികം ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് എന്നർത്ഥം കേട്ടോ. ഓക്സിലറി പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താണ്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. ഈ പറയുന്ന ഡോക്ടേഴ്സിനും നഴ്സുമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, അതാണ് ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വിഭാഗം ജീവനക്കാരാണ് അവിടെ ഉള്ളത്? മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളുണ്ട്, ഓക്സിലറി പേഴ്സണൽ ഉണ്ട് അല്ലെ. അതായത് ഓക്സിലറി പേഴ്സണൽ എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. അപ്പൊ നോക്കാം, ആദ്യത്തെ എന്താണ്, മെഡിക്കൽ സ്റ്റാഫ്. നമുക്കറിയാലോ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. നോക്കൂ, ICU ഇൻചാർജ് ഓഫ് ഇന്റൻസിവിസ്റ്റ് എന്ന് വെച്ചാൽ ICU സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ, ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാല് കൺസൾട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളല്ല, നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന സീനിയർ ഡോക്ടേഴ്സും. അതായത് നമ്മളെ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അതിൽ തന്നെ ജൂനിയർ ഉണ്ട്, സീനിയർ ഉണ്ട്. ജൂനിയർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്, MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് MD കഴിഞ്ഞിട്ട് അവരുടെ ഫീൽഡില് എന്താ പറയാ, ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അതാണ് മെഡിക്കൽ സ്റ്റാഫിനകത്ത് വരുന്നത്. പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് നമ്മൾ പറഞ്ഞു, അതായത് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആവശ്യമാണ്, ICUല് ആവശ്യമാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്, അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എബവ് ആവറേജ് കോമ്പിറ്റൻസ് അത്യാവശ്യം പ്രാവീണ്യമുള്ള, വളരെ എന്താ പറയുക ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടായിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എത്രയാണ്? 1:1 ഓർ 1:2 ആണ് കേട്ടോ. എന്താണ് 1:1 ഓർ 1:2 ആണ് കേട്ടോ. ചോദ്യമാണ്. അതായത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എത്രയാണ്? ഒന്നില്ലെങ്കിൽ 1:1 ആയിരിക്കും, അല്ലെങ്കിൽ 1:2 ആയിരിക്കും കേട്ടോ. ഓക്കെ, 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 1 patient. ഒരു പേഷ്യന്റിനെ സർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്. ഓക്കെ, 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 2 patients കേട്ടോ. 2 പേഷ്യൻസിന് സർവ് ചെയ്യാൻ ഒരു നഴ്സ്. ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് തരും കേട്ടോ. അല്ലെങ്കിൽ ബോത്ത് A and B എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇന്നത്തെ ഉത്തരം മതി കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓപ്പൺ യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിഷ്യൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ICUലോട്ട് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അവർക്ക് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കുന്നത് ഒരു ഫിസിഷ്യൻ ആയിരിക്കും. ഇതിനകത്ത് ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്റൻസിവിസ്റ്റ് ഉണ്ടല്ലോ, ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടർക്ക് പേരിന്റെ മാത്രമായ റോള് എവിടെ വരുന്നുള്ളൂ? ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് വരുന്നുള്ളൂ. മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഫിസിഷ്യൻ ആയിരിക്കും. ഇതാണ് ഓപ്പൺ യൂണിറ്റ് ICU കേട്ടോ. പിന്നെ ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ് കേട്ടോ. സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാം കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫാത്തിമ? അവിടെ ഇന്റൻസിവിസ്റ്റ്, അതായത് ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത് രോഗികൾക്ക് പരിചരണം. ക്ലിയർ ആയോ? അത്രയുള്ള വ്യത്യാസം. ഓപ്പൺ യൂണിറ്റിൽ ഒരു ഫിസിഷ്യൻ ആണ് മേജർ റോള് വഹിക്കുന്നതെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റുകളിൽ ഇന്റൻസിവിസ്റ്റ് ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണ്
പരിചരണങ്ങൾ മേൽനോട്ടം വഹിക്കും കേട്ടോ. അപ്പൊ നല്ലത് ക്ലോസറി യൂണിറ്റ് ആണ്. കാര്യം ICU സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ സേവനം നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ക്ലോസറി യൂണിറ്റ് ICUവിനകത്താണ്. ഓക്കെ, ക്ലിയർ ആയോ ഫാത്തിമയ്ക്ക്? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.